I will never shake the hand of an Israeli as long as they occupied 1 inch of Arab soil. അതായത് അറേബ്യൻ മണ്ണിൽ ഇസ്രായേൽ ആധിപത്യം തുടരുന്നിടത്തോളം കാലം ഞാനൊരു ഇസ്രായേൽക്കാരനുമായി ഹസ്തദാനം പങ്കിടില്ല, നൽകില്ല, അതൊരിക്കലും സംഭവിക്കരുത് എന്നുള്ള ചിന്തയോടെ നടന്ന ഒരു വലിയ മനുഷ്യന്റെ വാക്കുകളാണ്. വർഷങ്ങളോളം ഇസ്രായേൽക്കാരെ കടുത്ത ശത്രുക്കളായി കരുതുകയും അവർ നഖശിദ്ധാന്തം എതിർക്കുകയും ചെയ്ത് ഈജിപ്തിലുടനീളം സഞ്ചരിച്ച് ഇസ്രായേൽ വിരുദ്ധ പ്രസംഗങ്ങളിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുകയും ജനകോടികളുടെ ഹൃദയങ്ങളിൽ രാജാവായി ധീരനായ പ്രസിഡന്റായി വാഴുകയും ചെയ്ത അന്നത്തെ പ്രസിഡന്റായിരുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന അൻവർ സാദത്ത് എന്ന മനുഷ്യന്റെ വാക്കുകളായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്റെ വാക്കുകളെ തിരുത്തി കുറിക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാവുകയാണ്. അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രങ്ങളും തത്വചിന്തകളും അദ്ദേഹത്തെ മറ്റൊരു രീതിയിലേക്ക്, താൻ ചെയ്ത് തെറ്റായിരുന്നു എന്ന ബോധ്യത്തിലേക്ക് അദ്ദേഹം നയിക്കുകയായിരുന്നു. താൻ ഇനിയും ഈ സിദ്ധാന്തം തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ നേട്ടത്തെക്കാളേറെ കോട്ടമാണ് ഉണ്ടാവുകയുള്ളൂ എന്നും അതുവഴിയായിട്ട് തനിക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു പുനരാലോചനയ്ക്ക്, ഒരു പുനർജന്മത്തിലേക്ക് അദ്ദേഹം നടന്നെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാതലായ മാറ്റങ്ങളിലൂടെ അദ്ദേഹം ജനശ്രദ്ധ വീണ്ടും ആകർഷിക്കുകയാണ്. വന്ന വഴി തെറ്റായിരുന്നുവെന്നും താൻ ഇനിയും ഈ സിദ്ധാന്തം തുടർന്നു പോയാൽ കോട്ടങ്ങൾ മാത്രമാണ് തനിക്കും തന്റെ നാടിനും ഉണ്ടാവുക എന്ന് ബോധ്യമായ അദ്ദേഹം പ്രത്യയശാസ്ത്രങ്ങളെ തിരുത്തി കുറിച്ചു, കാഴ്ചപ്പാടുകളെ മാറ്റി, തെറ്റിനെ തിരുത്തിക്കൊണ്ട് പുതിയൊരു ജന്മത്തിലേക്ക്, ജീവിതശൈലിയിലേക്ക് അദ്ദേഹം നടന്നെടുത്തു. വൈകാരികതയിൽ നിന്നും വൈചാരികതയിലേക്ക്, റിഫ്ലക്റ്റീവ് മൂഡിലേക്ക് കടന്നു വന്നു. സങ്കുചിത മനസ്ഥിതിയിൽ നിന്നും വിശാലതയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. വിദ്വേഷ ചിന്തകളിൽ നിന്നും സ്നേഹത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും അദ്ദേഹം കടന്നു വന്നു. അതിന്റെ ഫലമോ അദ്ദേഹം നേടാനായത് 1 കോടി ജന്മങ്ങളെയാണ്. എന്നാൽ അതിന് കൊടുക്കേണ്ടതായിട്ട് വന്നതോ അദ്ദേഹത്തിന്റെ ജീവനുമാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടറിന്റെയും മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി മാനഷെ ബഖിന്റെയും പിന്തുണയോടെ അദ്ദേഹം ഇസ്രായേലും ഈജിപ്തുമായി സമാധാന ഉടമ്പടിക്ക്, ഒരു കരാറിന് അദ്ദേഹം മുൻകൈ എടുക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് എന്നേക്കുമായുള്ള ശത്രുത അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സമാധാന ഉടമ്പടി അവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്, അത് സ്ഥാപിക്കപ്പെടുകയാണ്. ഈ സമാധാന ഉടമ്പടിയെ ക്യാമ്പ് ഡേവിഡ് പീസ് അക്കോർഡ് എന്ന പേരിലാണ് പൊതുജന മധ്യത്തിൽ അറിയപ്പെടുന്നത്. എന്നാൽ ഈ സമാധാന ഉടമ്പടിയിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നതിന് തലേ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നാളിതുവരെയായി പ്രസംഗിച്ച് നടന്നതൊക്കെ തെറ്റായിരുന്നു എന്ന് തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇസ്രായേൽക്കാർക്ക് അനുകൂലമായി പ്രസംഗിച്ച് നടക്കുമ്പോൾ അറബ് ജനതയുടെ ശത്രുതയ്ക്ക് നിങ്ങൾ പാത്രമാവുകയല്ലേ? അതേ എന്ന് ഞാൻ മനസ്സിലാക്കും. നിങ്ങളൊരു പക്ഷേ കൊല്ലപ്പെട്ടേക്കാം, ഞാൻ മനസ്സിലാക്കും. ഇദ്ദേഹത്തിന്റെ അന്ത്യവാക്കുകളായിരുന്നു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും താൻ വധിക്കപ്പെടുമെന്നും മറ്റുള്ളവരാൽ നിഷ്കരണം തള്ളി മാറ്റപ്പെടുമെന്നും മനസ്സിലാക്കിയിട്ടും അദ്ദേഹം എടുത്ത നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്റെ ആയുസ് നിശ്ചയിക്കപ്പെട്ടതാണ്, അത് 1 മിനിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ എനിക്കാവില്ല. ഭാര്യയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് അദ്ദേഹം നൽകിയ മറുപടിയായിരുന്നു, നിങ്ങളൊരു പക്ഷേ വധിക്കപ്പെട്ടേക്കാം, കൊല്ലപ്പെട്ടേക്കാം. തത്വചിന്തകനായ സോക്രട്ടീസ് ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, an unexamined life is not worth living. വിലയിരുത്തപ്പെടാത്ത ജീവിതം വ്യർത്ഥമാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ വിലയിരുത്തപ്പെടലിലൂടെ മാത്രമേ സമാധാനം പുനരാവിഷ്കരിക്കപ്പെടുകയുള്ളൂ എന്ന വലിയ ചിന്തയാണ് ഈ അൻവർ സദത്ത് എന്ന മനുഷ്യൻ, ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന ഏറ്റവും ആദരിക്കപ്പെടുന്ന ഈ മനുഷ്യൻ തന്റെ ജീവിതശൈലിയിലൂടെ, ജീവിതചര്യകളിലൂടെ ഈ ലോകത്തിന് നൽകുന്നത്. സമാധാനം അകലെയല്ല, അത് അടുത്ത് തന്നെയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതവും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതമൊക്കെ നമ്മൾ പഠിപ്പിക്കുക. സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ലോക നേതാക്കൾ, മാർപ്പാപ്പമാർ ഈ തത്വചിന്തയാണ്, ഈ ആദർശമാണ് മുന്നിട്ട് വെക്കുന്നത്. ഇന്ന് ഗാസ സമാധാനത്തിന് അകലെയാണ്, ഇസ്രായേൽ സമാധാനത്തിന് അകലെയാണ്, വർഷങ്ങളോളം പീഡിപ്പിക്കപ്പെടുന്ന നൈജീരിയൻ ക്രിസ്ത്യൻ ജനത സമാധാന ജീവിതത്തിന്റെ അകലെയാണ്. ഇവിടെയൊക്കെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം, അവിടെയൊക്കെ സന്തോഷം പങ്കുവെക്കപ്പെടണം. കൊല്ലപ്പെടുന്നത് നിഷ്കളങ്കരായ കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്, യുവതിയുവാക്കളാണ്, ചെറുപ്പക്കാരാണ്, വൃദ്ധരായ മക്കളാണ്. അവരെയൊക്കെ സ്നേഹത്തിന്റെ ഭാഷ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചേ മതിയാകും. ബന്ദിമോചനത്തിനും സമാധാന പ്രക്രിയയ്ക്കുമായി നിരന്തരം ശബ്ദിച്ചുകൊണ്ട് ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പയും
ശബ്ദമുയർത്തി കഴിഞ്ഞിരിക്കുന്നു. 2 വർഷമായി നീണ്ടു നിൽക്കുന്ന ഗാസ ഇസ്രായേൽ യുദ്ധം ഇപ്പോഴും ഒരു തീരാവേദനയായിട്ട് ജനഹൃദയങ്ങളിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഗാസയുടെ തുറമുഖത്തു നിന്നും ഗാസ മുനമ്പിൽ നിന്നും ഹമാസ് ഭീകരർ ഇസ്രായേലിൻ നെഞ്ചത്തേക്ക് ഇസ്രായേലിന് നേരെ കര നാവിക വ്യോമാക്രമണ ശൈലിയിലൂടെ ആരംഭിച്ചതാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഗാസ യുദ്ധം. തീമഴ പോലെയാണ് ഇസ്രായേലിലേക്ക് ഹമാസിന്റെ ഗാസയുടെ റോക്കറ്റുകൾ പതിച്ചത്. നിരായുധരാക്കപ്പെട്ട ഒരു ജനത അവധി ആഘോഷിക്കുന്ന വേളയിൽ ഹമാസിന്റെ ഭീകരവാദികൾ തീവ്രവാദികൾ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഇസ്രായേൽ നെഞ്ചത്തേക്ക് ആഞ്ഞിറങ്ങിയപ്പോൾ ഒരു അവധി ദിനത്തിന്റെ ആഘോഷത്തിന്റെ ആലസ്യത്തിൽ വീണുപോയ ഇസ്രായേൽ ജനത ഞെട്ടിത്തെറിക്കുകയാണ്. അവിടെ പാതയോരങ്ങളിൽ, വീടുകളിൽ, തെരുവോരങ്ങളിൽ, അവിടെ വിജനമായുള്ള ഏരിയകളിലും തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലുമൊക്കെ ഈ ജനത വ്യോമാക്രമണത്തിലൂടെ, നാവിക കരസേന ആക്രമണത്തിലൂടെ അവർ ആക്രമിച്ചപ്പോൾ നഷ്ടപ്പെട്ടത്, പൊലിഞ്ഞു വീണത് ആയിരങ്ങളാണ്, പതിനായിരങ്ങളാണ്. അതൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിതിരിക്കുകയാണ്. എന്നാൽ തിരിച്ചടിക്കാൻ തുടങ്ങിയ ഇസ്രായേൽ ആകട്ടെ ഗാസയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ 2 വർഷത്തിനുള്ളിൽ ഔദ്യോഗികപരമായിട്ടോ അനൗദ്യോഗികപരമായിട്ടോ 70,000-ഓളം ജീവനുകളാണ് ഗാസയിൽ മാത്രം എടുക്കപ്പെട്ടത് എന്നാണ് കണക്കാക്കുന്നത്. 1,69,000-ഓളം ജനങ്ങൾക്ക് സാരമായും നിസാരമായും പരിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറയുന്നു. വീടും സ്ഥാവരജംഗം വസ്തുക്കളും അന്യമായി എന്ന് പറയുന്നു. ഓക്സിജൻ അമ്മമാർ തങ്ങൾ കുട്ടികൾക്ക് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി പാതയോരങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുന്നു. ഈ ഒരു ഭീകര സ്ഥിതി വരുത്തി വെച്ചത് ആരാണ് എന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഗാസയുടെ പലസ്തീനായുടെ തെരുവുകളിൽ യുദ്ധസമാനമായിട്ടുള്ള കാഹളങ്ങൾ മുഴങ്ങുമ്പോൾ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആരായിരുന്നു? ലോക നേതാക്കൾ തന്നെയാണ്. അവിടെ ചിഹ്നിച്ചിതരപ്പെട്ടത് കുഞ്ഞുങ്ങളാണ്, സ്ത്രീ ജനങ്ങളാണ്, പാവപ്പെട്ടവരാണ്, നിർധനരായ വൃദ്ധരായ സഹോദരങ്ങളാണ്. ഇസ്രായേൽ ഗാസ യുദ്ധം നടക്കുമ്പോൾ തന്നെ അതിന് മുന്നോടിയായിട്ട് റഷ്യൻ യുക്രൈൻ യുദ്ധം നടന്നു. വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് ഇപ്പോഴും അവിടെ സമാപനം കുറിക്കപ്പെട്ടിട്ടില്ല. ഇതാ വീണ്ടും മറ്റൊരു റിപ്പോർട്ട് വരുന്നു. നൈജീരിയയിൽ ക്രിസ്ത്യൻ ആക്രമണം. ഒരു രാജ്യത്തിൽ നിന്നും ക്രിസ്ത്യൻ സമുദായം തുടച്ചു നീക്കപ്പെടുമെന്ന ഭീഷണിയാണ് ഈ നൈജീരിയ എന്ന ജനം അല്ലെങ്കിൽ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവാലയത്തിലേക്ക് ആരാധനയ്ക്കായിട്ട്, വിശുദ്ധബലിക്കായിട്ട് പോകുന്നവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് കണക്ക്. 19,000-ന് മേലെ ദേവാലയങ്ങൾ, ഗോപുരങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്ക്. അനൗദ്യോഗികമായിട്ടുള്ള കണക്കോ അതോ ഔദ്യോഗികമായിട്ടുള്ള കണക്കോ അറിയില്ല. ഇങ്ങനെയുള്ള തേർവാഴ്ച നൈജീരിയയിലും മറ്റുള്ള രാജ്യങ്ങളിലും ലോക രാജ്യങ്ങൾ നടക്കുമ്പോഴും അവർക്കൊക്കെ വേണ്ടി ശബ്ദിക്കാനായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ തയ്യാറാകാറ്? ഗാസയിൽ പാലസ്തീനായി മാത്രമല്ല ഇസ്രായേലിലും വേണം. അനുദിനത്തിന്റെ സമാധാനത്തിന്റെ പാത നൈജീരിയയിൽ തുറക്കപ്പെടുന്നു. ലിബിയയിലും സിറിയയിലും യമനിലും ഈ സമാധാനത്തിന്റെ പാതകൾ പിന്തുടരും. ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ ഇന്ത്യയിലും മണിപ്പൂരിലും ബീഹാറിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെയും ഈ സമാധാനത്തിന്റെ പാതകൾ പ്രസംഗിക്കപ്പെടുന്നു. ബംഗ്ലാദേശിൽ കലാപമുണ്ടായപ്പോൾ, ശ്രീലങ്കയിൽ കലാപമുണ്ടായപ്പോൾ അവിടെയുമൊക്കെ ചിത്രീകരിക്കപ്പെട്ടത്, ജീവൻ നൽകപ്പെട്ടത് അല്ലെങ്കിൽ ജീവൻ ഹോമിക്കേണ്ടി വന്നത് നിഷ്കളങ്കരായ വ്യക്തികളാണ്. പഹൽഗാമിൽ ഇത് സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെയൊന്നും ഒഴുക്കപ്പെടാത്ത കണ്ണുനീരിന് വിലയുണ്ടാവാതെ പോവുകയാണ്. അതും നമ്മുടെ സഹോദരൻ തന്നെയാണ്. സ്നേഹത്തോടെ എല്ലാ രാജ്യക്കാരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ഒന്നടങ്കം പിടിക്കാൻ സാധിക്കുമ്പോൾ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ഗാസയിലും പലസ്തീനായാലും അല്ലെങ്കിൽ ഇസ്രായേലിലും നൈജീരിയയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പഹൽഗാമിലും ജമ്മുകാശ്മീരിലും കേരളത്തിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എല്ലാ മനുഷ്യരുടെയും ചോരയ്ക്ക് ഒരേ നിറമാണ്. അത് ചുവന്ന രക്തം തന്നെയാണ്. അതിന് വലിപ്പ വ്യത്യാസമൊന്നുമില്ല, കളർ വ്യത്യാസമൊന്നുമില്ല. അത് എല്ലാവരും ഒരേപോലെയാണ് മനസ്സിലാക്കിയത്. എല്ലാ ജനതയും മാറോട് ചേർക്കുവാനായിട്ട്, സമാധാനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ആദ്യം സാധിക്കട്ടെ. നന്ദി.